ഞങ്ങളെത്തിയപ്പോഴേക്കും വലിയ കച്ചവടക്കാരൊക്കെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്ക് തുടങ്ങുന്ന ചന്തയാണ്. വരിവരിയായി നിൽക്കുന്ന ആ കുഞ്ഞാടുകളെ കണ്ടാൽ ആരായാലും ഒന്നിനെ വാങ്ങിപ്പോകും. ഒന്നിന് 1000 രൂപയാണ് വില. ഗ്രാമത്തിൽ നിന്നും രാവിലെ ചന്തയിലേക്ക് ഒരു ടോട്ടോയിൽ ആട്ടിൻകുട്ടികളെയും കൊണ്ട് വന്നതാണ് ആ പയ്യൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള സംസ്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആട് മാർക്കറ്റും രാജസ്ഥാനിലാണുള്ളത്. 2ാം സ്ഥാനം കണക്കുകൾ പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഉത്തർപ്രദേശും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളുമാണ്. തലശ്ശേരി, മലബാരി, ബ്ലാക്ക് ബംഗാൾ, ബർബാരി, ജംനാപ്യാരി തുടങ്ങി 37ലധികം ഇനങ്ങൾക്ക് ഇന്ത്യയിൽ അംഗീകാരം നൽകപ്പെട്ടിട്ടുണ്ട്. വെളുപ്പിന് മുന്നേ തന്നെ ആളുകൾ ഗ്രാമത്തിൽ നിന്നും ചന്തയിലേക്ക് തന്റെ കാലികളെയും കൊണ്ടെത്തുന്നു. പലർക്കും കച്ചവടം നടക്കുന്നു, പലരും കച്ചവടമൊന്നുമില്ലാതെ തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. ജംനാപ്യാരിയും ചെമ്മരിയാടും ഉൾപ്പെടെ തുച്ഛമായ വിലക്ക് നമുക്ക് ഈ ചന്തയിൽ നിന്നും ആടുകളെ കിട്ടും. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. കച്ചവടമൊക്കെ തകൃതേ നടക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, എന്റെ ഫോട്ടോ എടുക്കടാ, നീ എന്താ വീഡിയോ എടുക്കുമ്പോൾ എന്നെ എടുക്കാത്തത്? അങ്ങനെ അദ്ദേഹത്തിനെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ ആടുകളുടെ ഭക്ഷണം മുടക്കാതെ അതിനുവേണ്ട ഇലകളുമായിട്ടാണ് വരിക. പലരും ആടുകളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കാണുമ്പോൾ ഇതിനെ കൊടുക്കാൻ തന്നെയാണോ കൊണ്ടുവന്നത് എന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്നു. എല്ലാവരുടെ കച്ചവടം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ലക്നോ മാർക്കറ്റിലാണ്.